ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ GST ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ CBI, അങ്ങനെ നിരവധി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതീവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ SSCയുടെ CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2025 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പോയിട്ട് നിങ്ങൾക്ക് വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ഇത് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നല്ല വകുപ്പുകൾ CGL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നിങ്ങൾക്ക് നല്ല ശമ്പളവും അതുപോലെ തന്നെ പൊസിഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് വേണ്ടി SSCയുടെ CGL 2025 വിജ്ഞാപനം ഇപ്പോൾ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 9/6/2025 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. 9/6/2025 മുതൽ നിങ്ങൾക്ക് 4/7/2025 വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരിക്കലും ലാസ്റ്റ് ഡേറ്റിന് നിൽക്കാതെ അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം ലാസ്റ്റ് ഡേറ്റിന് നിന്നാൽ നമുക്ക് തന്നെ അറിയാം, SSCയുടെ വെബ്സൈറ്റ് ഹെവി ട്രാഫിക് കൊണ്ട് വെബ്സൈറ്റ് ഡൗൺ ആവാൻ സാധ്യത കൂടുതലാണ്. എല്ലാ സമയത്തും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു അവസരമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ആ അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തും. അതുപോലെ തന്നെ 4/7/2025 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ തന്നെ അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഏകദേശം 14,000-ലധികം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ട് പറഞ്ഞിരിക്കുന്നത്. 14,000 സംതിങ് ഒഴിവുകൾ ടോട്ടൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ സെക്രട്ടറി സർവീസ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഇൻ്റലിജൻസ് ബ്യൂറോയിലുണ്ട്, മിനിസ്ട്രി ഓഫ് റെയിൽവേസിലുണ്ട്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലുണ്ട്, അതുപോലെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ അതിലും അതർ മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷൻ CBDT, അതുപോലെ CBIC ഉണ്ട്, അതുപോലെ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ ഒഴിവുണ്ട്, CBIയിൽ ഒഴിവുണ്ട്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന് കീഴിലുള്ള ഒഴിവുണ്ട്, അതുപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ ഒഴിവുണ്ട്. പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്തമായുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് ഏകദേശം 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് ഒഴിവുകളാണ് നിലവിലിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഓരോ വിഭാഗത്തിലേക്കും വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, ഓഡിറ്റർ അസിസ്റ്റൻറ്റ്, അങ്ങനെ ഓരോ വിഭാഗത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് താഴെ നിന്നും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കിയ ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ മിനിമം ഡിഗ്രിയാണ് വേണ്ട ക്വാളിഫിക്കേഷൻ. ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ സിലബസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. ജനറൽ അവയർനെസ് ഉണ്ട്, 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. ഇംഗ്ലീഷ് ഉണ്ടാവും, 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. പിന്നെ ടയർ 2 വരുന്നത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളും മറ്റുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യാത്തവർക്ക് ഫോളോ ചെയ്യാം. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.